ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർമ്മലീത്ത ആത്മീയത സാധാരണക്കാരായ മനുഷ്യർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഞങ്ങളുടെ കർമ്മലീത്ത വൈദികരുടെ ഒരു പരിശ്രമമാണ് ആഭ്യന്തര കർമ്മ ധ്യാനം. അതിനെക്കുറിച്ച് അല്പം കാര്യങ്ങളൊന്ന് വിശദീകരിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ സന്ദേശം നിങ്ങൾക്ക് നൽകുന്നത്. കർമ്മലീത്ത ആത്മീയതയുടെ ആരംഭം എന്ന് പറയുന്നത് എലിയ പ്രവാചകനാണ്. കർമ്മല മലയിൽ എലിയ പ്രവാചകൻ ആ ഗുഹയിൽ പ്രാർത്ഥിച്ചിരുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്. ഏകദേശം 3000 വർഷത്തെ പഴക്കമുള്ള ഈ ആത്മീയതയാണ് ഇന്ന് ഏറ്റവും ഉദാത്തവും ഏറ്റവും മഹനീയവുമായ കത്തോലിക്ക സഭയിലെ ഒരു ആത്മീയത. ഇവിടെ ആഭ്യന്തര കർമ്മ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം, അതായത് ആഭ്യന്തര കർമ്മ്യം എന്ന് പറഞ്ഞൊരു മണിമന്ദിരത്തെ നമ്മുടെ ആത്മാവിനോട് ഉപമിക്കുകയാണ്. ആ മണിമന്ദിരത്തിനുള്ളിൽ, ആ ആഭ്യന്തര കർമ്മ്യത്തിനുള്ളിൽ വസിക്കുന്ന ആ ദൈവവും ആത്മാവും തമ്മിൽ, ദിവ്യമണവാളനും മണവാട്ടിയും തമ്മിലുള്ള ആ ഒരു ഐക്യം, അതായത് ആത്മീയ വിവാഹം, അതിലേക്ക് സൃഷ്ടികളായ ബലഹീനരായ മനുഷ്യരെ നയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പക്ഷെ അതിലേക്ക് വരണമെങ്കിൽ ആദ്യം നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. അതുകൊണ്ട് 3 തലത്തിലുള്ള ശുദ്ധീകരണം നാം ഇവിടെ നടത്തുന്നുണ്ട്. ഒന്ന്, കർമ്മപാപത്തിൽ നിന്ന് നമ്മളുള്ള നല്ലൊരു ശുദ്ധീകരണം. നമ്മൾ നല്ലൊരു കുമ്പസാരത്തിലൂടെ ദിവസങ്ങളോളം ഒരുങ്ങി നന്നായിട്ട് കുമ്പസാരിക്കും. പിന്നീട് നമ്മുടെ ഓർമ്മ, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, ഇതിൻ്റെ എല്ലാം ശുദ്ധീകരണം. മുറിവേറ്റ പല ഓർമ്മകളും പിന്നീട് നമ്മുടെ കോശങ്ങളിലേക്ക് രൂപപ്പെട്ടിട്ട് അത് പല രോഗങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ എനർജി സ്റ്റാറ്റസ്, അതായത് മനുഷ്യൻ്റെ എനർജി 17 ലെവലിൽ ആണെന്ന് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ അവരുടെ പഠന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ശരിയായ എനർജി, അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും നമ്മൾ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്, ഒരു അവബോധം, വീണ്ടും പൂർവികരിലൂടെ ഒരു വ്യക്തിയിൽ വന്നിട്ടുള്ള എല്ലാ പാപമാലിന്യങ്ങളും നീക്കുവാനായിട്ടുള്ള ഒരു കർമ്മം. അതായത് അൽഫോൺസ് മരിയ ലിഗോരിയുടെ ഒരു പുസ്തകമുണ്ട്, ഡിഗ്നിറ്റി ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ പ്രീസ്റ്റ്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഈ മാനവ കുലത്തെ രക്ഷിക്കുവാനായിട്ട് ഈശോ കുരിശിൽ മരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, ഈശോയുടെ ഒരു തുള്ളി രക്തം മതിയായിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയിൽ തൻ്റെ പൂർവികരിലൂടെ വന്നിരിക്കുന്ന എല്ലാ മാലിന്യങ്ങളും നീക്കുവാനായിട്ട് ഒരു തുള്ളി രക്തം മതി. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഒരു ദിവസം നിരന്തരമായി പ്രാർത്ഥിച്ച് 15 കൊന്ത ചൊല്ലി അതിനുശേഷം കുർബാനയിൽ ഒരു തുള്ളി തിരുരക്തം അവരുടെ നാവിൽ കൊടുത്ത് അങ്ങനെ ഒരു പരിപൂർണമായ ആ ഒരു ശുദ്ധീകരണം അതൊക്കെ നടത്തി കഴിയുമ്പോൾ ഇവിടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബൈബിളിലെ പ്രാർത്ഥന, ഈശോയുടെ പ്രാർത്ഥന, പിന്നെ ഈ പ്രാർത്ഥനയുടെ 7 സദനങ്ങൾ, അതായത് ആത്മീയ വിവാഹം വരെ. ഇതാണ് ഈ ആഭ്യന്തര കർമ്മ്യത്തിലൂടെ നമ്മൾ നടത്തുന്നത്. ഏകദേശം 9 ദിവസത്തോളം എടുക്കും. പക്ഷേ ആ 9 ദിവസം കഴിയുമ്പോൾ നമ്മൾ പരിപൂർണമായിട്ടും മറ്റൊരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടും. നമുക്ക് ആത്മീയ തലത്തിലെ അവസാന വാക്കെന്ന് പറയാവുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതാണ് ഈ ആഭ്യന്തര കർമ്മ്യ ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പലരുടെയും അനുഭവങ്ങൾ അവർ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്ന് വരുന്നു. ഞാൻ പല ധ്യാനങ്ങളും കൂടിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു ധ്യാനം മൗനത്തിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനായിട്ട്, ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട്, ആഴത്തിൽ ദൈവമായിട്ട് സംസാരിക്കുവാനായിട്ട് നല്ലൊരു അവസരമായിരുന്നു ഇത്. ദൈവത്തിൻ്റെ സ്നേഹം നന്നായിട്ട് അനുഭവിച്ചറിയുവാനായിട്ട്, മൗനത്തിൽ ദൈവത്തെ ദർശിക്കുവാനായിട്ട്, പല പുണ്യങ്ങളും അമ്മ ത്രേസ്യായുടെയും യോഹന്നാൻ ക്രൂസിൻ്റെയും എല്ലാം ജീവചരിത്രത്തിലൂടെ കടന്നുപോയി പല പുണ്യങ്ങളും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും പല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഈ ധ്യാനത്തിലൂടെ എനിക്ക് ലഭിച്ചു. ഇതിനൊക്കെ വലുതായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ തലമുറകളായിട്ടുള്ള ആ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ആ ശുശ്രൂഷയിലൂടെ അന്ന് രാത്രി 1 മണി വരെ തമ്പുരാൻ്റെ സ്നേഹം അനുഭവിച്ച് ആത്മസന്തോഷത്തിൽ നിറയാനുള്ള വലിയൊരു കൃപ എനിക്ക് ലഭിച്ചു. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരു സ്വർഗീയ അനുഭൂതി ലഭിക്കുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക്. തുടർന്നും ഈ ധ്യാനത്തിൽ പങ്കെടുക്കണമെന്നും ഈ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും തമ്പുരാനോട്
അപേക്ഷിക്കുന്നതോടൊപ്പം ഇനിയും അവസരം കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് ഈ ധ്യാനങ്ങൾ കൂടി ദൈവത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും അവിടുത്തെ കൃപയിലനുസരിച്ച് ജീവിക്കാനും ഒരു സ്വർഗീയ അനുഭവം ഒരു മുന്നാസ്വാദനമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ബിജു ജോൺ. ഞാൻ തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ അധ്യാപകനാണ്. കൊട്ടാരക്കരയാണ് എൻ്റെ സ്വദേശം. ഞാൻ ഈ ആഭ്യന്തരകർമ്മ ധ്യാനത്തെക്കുറിച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്ററിൽ നിന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത്, മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം പകർന്നു തന്നൊരു ധ്യാനമായിരുന്നു ഇത്. ഇതിൻ്റെ തുടക്കത്തിൽ ഒരു പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സായിരുന്നു. കുമ്പസാരം വഴി നമ്മൾ ചെയ്ത തെറ്റുകൾ പാപങ്ങളും എല്ലാം നമ്മൾ കഴുകിക്കളഞ്ഞു. പിന്നെ തലമുറകളുടെ ഒരു വിശദീകരണം. അങ്ങനെ ആ 2 പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് വലിയൊരു ആത്മസന്തോഷവും ഒരു ആത്മനിർവൃതിയൊക്കെ വന്നു. പിന്നെ ക്രിസ്തു പഠിപ്പിച്ച സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ പലതരത്തിലുള്ള നമുക്ക് ഇതുവരെ അറിയാത്ത കുറേ മാനങ്ങൾ അതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിനൊക്കെ ശേഷമാണ് നമ്മൾ അമ്മ ത്രേസ്യയുടെ ആഭ്യന്തര കർമ്മ എന്ന ആ ഒരു പ്രാർത്ഥനയിലേക്ക് ഇതിലേക്ക് കടന്നു വന്നത്. അത് അല്പം മനസ്സിലാക്കാൻ തുടക്കത്തിലൊക്കെ പ്രയാസമായിരുന്നെങ്കിലും വളരെ ഹൃദയസ്പൃക്കായിരുന്നു. ഓരോ സദനത്തെക്കുറിച്ച് 7 സദനങ്ങളാണ്, സ്പിരിച്വൽ മാരേജ് വരെയുള്ള 7 സദനങ്ങളാണ്. ഓരോ സദനത്തെക്കുറിച്ച് പറയുമ്പോഴും അച്ഛൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുമ്പോഴാണ് അത് ആഴമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടൊരു ധ്യാനമായിരുന്നു. വലിയ വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ഇത് ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ വന്ന് പെട്ടതും. ഇത് എനിക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിലുപരി മറ്റൊരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങൾ എനിക്ക് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. ഞാൻ പുസ്തക വായനയിൽ അല്പം താല്പര്യമുള്ള ആളാണ്. പല ബുക്ക് സ്റ്റോളുകളിലും കയറിയാൽ കിട്ടാത്ത ഒരുപാട് പുസ്തകങ്ങൾ ഫാദർ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ കുറേയധികം പുസ്തകങ്ങൾ വാങ്ങിച്ചു. അമ്മ ത്രേസ്യയുടെ തന്നെ ആത്മകഥ, പിന്നെ സുഹൃത സരണി, അതിനുശേഷം ആഭ്യന്തരകർമ്മി എന്ന് പറയുന്ന പുസ്തകം. ഇങ്ങനെ ഈ ക്രമത്തിൽ തന്നെ വായിച്ചാലേ അത് കിട്ടത്തോളം എന്നാണ് ഫാദർ പറഞ്ഞത്. പിന്നീട് കൊച്ചു ത്രേസ്യയുടെ ആത്മകഥ അത് വാങ്ങിച്ചു. പിന്നെ യോഹന്നാൻ ക്രൂസിൻ്റെ 2-3 പുസ്തകങ്ങൾ. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് നമുക്ക് തുടർന്ന് ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും പല ധ്യാനങ്ങളും ഒക്കെ മുൻപ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കരിസ്മാറ്റിക് ധ്യാനം പോലെ അങ്ങനെയുള്ളൊരു ധ്യാനമേ അല്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ നിശബ്ദതയിൽ ഊന്നിയിട്ടുള്ള ഒരു ധ്യാനമാണിത്. ആത്മീയമായിട്ട് മുന്നേറാൻ സാധിക്കുന്ന എല്ലാ ആത്മായർക്കും വൈദികർക്കും ഒക്കെ ഇത് വലിയൊരു നല്ലൊരു ധ്യാനം തന്നെയായിരിക്കും. എൻ്റെ പേര് സിമി. ഞാൻ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നിന്നാണ് വരുന്നത്. അറിഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൽ നിന്നാണ്. ഹസ്ബൻഡ് ഒരു 4 മാസം മുന്നേ അച്ഛൻ്റെ ധ്യാനം കൂടിയിരുന്നു. അപ്പോൾ വന്ന എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ മുതൽ എനിക്കും വന്ന് കൂടണമെന്ന് വലിയ മോഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തീരെ ചെറിയ കുഞ്ഞൊക്കെ ഉണ്ട്, 4 മക്കളുണ്ട്. ചെറിയ ആൾക്ക് 3 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവരെ ഇട്ടിട്ട് 9 ദിവസം ഞാൻ എങ്ങനെ മാറി നിൽക്കുമെന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു ഞാൻ. പക്ഷെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളും വിഷമങ്ങളൊക്കെ വന്നപ്പോൾ ഒരു പ്രാർത്ഥനാ ജീവിതം കുറച്ച് ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെക്കണമെന്ന് എനിക്ക് തന്നെ തോന്നി. അങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് തന്ന ധൈര്യത്തിന്മേലിങ്ങ് അച്ഛനെ വിളിച്ച് 2 ദിവസം കൊണ്ട് എടുത്ത തീരുമാനമാണ്. 2 ദിവസം കൊണ്ട് പെട്ടെന്ന് ഇങ്ങ് വരാൻ തീരുമാനിക്കുകയും വരികയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ സാധാരണ വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കളെക്കുറിച്ച് വല്ലാതെ ആകുലപ്പെടുന്ന ഒരാളാണ്. അവർ കഴിച്ചോ, എഴുന്നേറ്റോ, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ആകുലപ്പെടുന്ന ആളാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അവരോട് സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ എനിക്ക് ഇതുവരെ ഒരു ടെൻഷൻ അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് ഒരു 9 ദിവസം നല്ല ശാന്തമായ രീതിയിൽ പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിനൊരു സുഖമുണ്ട്. നല്ലൊരു സമാധാനം അനുഭവിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. തീർച്ചയായും ഞാൻ ഇനിയും വീണ്ടും വരും. എൻ്റെ നാട്ടിൽ ചെന്ന് എല്ലാവരോടും ഇതിനെപ്പറ്റി പറയും. കഴിയുന്നത്ര ആൾക്കാരെ ഞാൻ ഇതിലേക്ക് വരാൻ പറയും, അവരെ പ്രോത്സാഹിപ്പിക്കും. എല്ലാവരും കൂടേണ്ട ഒരു ധ്യാനമായിട്ടാണ് എനിക്കിത് കരുതുന്നത്. എൻ്റെ പേര് മേഴ്സി. ഞാൻ കോട്ടയം ജില്ലയിൽ ഭരണങ്ങാനം പള്ളി ഇടവക്കാരാണ്. കാരണം ഒരു ധ്യാനം നമ്മൾ കൂടുമ്പം കൈകൊട്ടും പാട്ടും എന്തേലും ഉച്ചത്തിൽ കർത്താവിനെ വിളിക്കുന്നു, അതനുസരിച്ച് പരിശുദ്ധാത്മാവ് വരുമെന്നാണ് ഇതുവരെ അറിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ എന്തേലും മൗനമായിട്ട് നമ്മൾ ചങ്കെന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ഈശോയുമായിട്ട് അടുക്കുന്നോ അത്രയും ആഴമായിട്ട് ഈശോ നമ്മളിലോട്ട് വരുമെന്നുള്ളൊരു ബോധ്യം ഇപ്പോൾ ഉണ്ടായി. ഞാനെന്താണ് എൻ്റെ ഈശോയെ ഇങ്ങനെ, എനിക്കെന്താണ് ഇങ്ങനെ ചിന്തിച്ചു നടന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്താണെന്നോ ഏതാണെന്നോ ഒക്കെ അച്ഛൻ വഴി പരിസ്ഥാനം അത് കാണിച്ചു തന്നു. ശരിക്കും എല്ലാ മനുഷ്യരും കൂടി നമ്മളെ വിശദീകരിക്കണം. നമ്മളെന്താ നമ്മുടെ പൂർവികരായിട്ട് നമുക്ക് വന്നേക്കുന്ന രോഗങ്ങളും നമ്മൾ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടോ, അവർ കുമ്പസാരിച്ചിട്ടുണ്ടോ, ആണോ മരിച്ചോ നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മളെ പേരെഴുതി 15 പേര് വരുന്നുണ്ട് നമുക്ക് പുറകോട്ട്, നമ്മുടെ കാരണവന്മാർ. നമ്മളൊരു വ്യക്തിയായിട്ട് 15 കൊന്തയില്ലേ അത്രയും വിശുദ്ധിയിൽ അവരെ നമ്മൾ വരെയുള്ള എല്ലാ കെട്ടുകളും അവരിൽ നിന്ന് നമുക്ക് മാറി രോഗമായിട്ടും ഒക്കെ. പിന്നെ നമ്മൾ വെറും ഒരു പഞ്ഞിക്കെട്ട പോലെ അത്രയും ഫ്രീ ആയി എന്നുള്ളതാണ് ഞാൻ സത്യം. പിന്നെ ഇത് കാണുന്നവരും എനിക്കറിയാവുന്നവരെയൊക്കെ ഞാൻ ഇനി പറയും, പ്രോത്സാഹിപ്പിക്കും, വരാൻ പറയും, തീർച്ചയായിട്ടും പറഞ്ഞു വിടും. ഇത് പരമാവധി ഫാമിലി ഭർത്താവും ഭാര്യ ഒന്നിച്ച് വരുന്നതാണ് എപ്പോഴും നല്ലത്.
കാരണം നമ്മൾ തലമുറ എന്ന് പറയുമ്പോൾ അമ്മയുടെ അല്ലെങ്കിൽ അപ്പൻ്റെ ഒരാടെ അല്ലല്ലോ, രണ്ടുപേരും കൂടെ കൂടുമ്പോഴല്ലേ നമുക്ക് മക്കളുണ്ടായി അവർക്ക് തലമുറ ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വന്നാൽ എൻ്റെ അപ്പനും അമ്മയെ പറ്റുന്നുള്ളൂ. ഇവിടെ ഭർത്താവ് ഉണ്ടെങ്കിൽ അവരുടെ അപ്പനും അമ്മയും കൂടെ ആകുമ്പോൾ നമ്മളുടെ കുടുംബം മുന്നോട്ട് രക്ഷപ്പെടുകയാണ്. നമ്മൾ വരെ രക്ഷപ്പെട്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ നോക്കണം. അതിൻ്റെ പരമാവധി ഭാര്യ ഭർത്താവ് ഒന്നിച്ച് വരാമെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞു വിടാൻ ശ്രമിക്കും തീർച്ചയായിട്ടും. ഒത്തിരി നന്ദി. ഞങ്ങൾ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നതാണ്. നല്ല ധ്യാനമായിരുന്നു. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് തീരെ സുഖമില്ലാതിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ധ്യാനം കൂടുന്നത് വളരെ വളരെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ്റെ പെങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒരു ധ്യാനം ഉണ്ട്, നമുക്ക് പോയി കൂടാമെന്ന്. അപ്പോൾ വന്നു കണ്ടപ്പോൾ എനിക്ക് ആദ്യം വണ്ടിയിൽ തന്നെ വന്നപ്പോൾ ഞങ്ങളൊരു ചത്ത മനസ്സായിട്ട് വന്നേ. ഇവിടെ വന്ന് 2-3 ദിവസം ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ നല്ല ഹാപ്പിയായി. ഇപ്പം നല്ല സന്തോഷത്തിലാണ്. 9 ദിവസം എങ്ങനെ കടന്നു പോയെന്ന് വരെ അറിയില്ല. ഇപ്പം നാളെ പോകണം. ഭയങ്കര വിഷമമുണ്ട് പോണേൽ. പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ അടുത്തുള്ളവരോടൊക്കെ പറയും നല്ലൊരു ധ്യാനമാണ്. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ധ്യാനത്തിനൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലത്തെ ഒരു ധ്യാനം ആദ്യമായിട്ടാണ്. നല്ല ധ്യാനമാണ്. തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സീനിയ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ധ്യാനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേട്ടത്. അങ്ങനെ ഒരുപാട് ആൾ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. അപ്പം ഇപ്പോൾ അവിടുന്ന് പോന്നപ്പോൾ തന്നെ മനസ്സിനൊന്നൊരു സുഖം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നു അച്ഛൻ്റെ വചനത്തിൻ്റെ ക്ലാസ്സും പിന്നെ അമ്മത്രസയെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഓരോ ആരാധനയിലും പങ്കെടുത്തപ്പോൾ എനിക്കത് വളരെ നല്ലതായിട്ട് തോന്നി. എൻ്റെ പേര് ഡോൺ, സ്വദേശം നോർത്ത് പറവൂര്. ഞാൻ വളരെ നാളുകളായിട്ട് മെഡിറ്റേറ്റീവായിട്ടുള്ളൊരു ധ്യാനം കൂട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ നന്മമരം ഗ്രൂപ്പിലൂടെ ഫാദർ ജേക്കബ് മരിയാദാസിൻ്റെ ധ്യാനത്തെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വളരെ സമാധാനപരമായിട്ടുള്ളൊരു ധ്യാനമായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഭയങ്കര ശക്തമായ ഭയങ്കര ഒച്ചത്തിലുള്ള പ്രൈസ് ആൻഡ് വർഷിപ്പ് അല്ലാതെ വളരെ ധ്യാനാത്മകമായിട്ടുള്ള ധ്യാനം. അപ്പോൾ ഇതിൽ അച്ഛൻ മെയിനായിട്ട് ക്ലാസ് എടുക്കുന്നത് പ്രാർത്ഥനയെ പറ്റിയാണ്. അതായത് പ്രാർത്ഥന നമ്മുടെ ദൈവമായിട്ടുള്ള ഹൃദയപൂർവ്വമായിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. അപ്പോൾ അതിനെപ്പറ്റി പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ബോധ്യങ്ങൾ കിട്ടി. ഞാൻ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര സംശയങ്ങളായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയെപ്പറ്റിയും എങ്ങനെ എഫക്റ്റീവായിട്ട് പ്രാർത്ഥിക്കാം എന്നതിനെപ്പറ്റിയുള്ള കൂടുതൽ ബോധ്യങ്ങളാണ് അച്ഛൻ ഞങ്ങൾക്ക് തന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ധ്യാനത്തിൻ്റെ സ്പെഷ്യാലിറ്റി അച്ഛൻ ഇങ്ങനെ തലമുറകളുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ഇങ്ങനെ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര പ്രാർത്ഥന എനിക്ക് വളരെയധികം ദൈവാനുഭവമായിരുന്നു. കാരണം ഞാൻ വിശ്വസിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ മാറി കിട്ടിയെന്ന് ഞാനിപ്പോൾ അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് എനിക്ക് വരാൻ പറ്റി. തീർച്ചയായിട്ടും ഈ ഒരു ധ്യാനം എല്ലാവർക്കും നല്ലൊരു ദൈവാനുഭവമായിരിക്കും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ആഭ്യന്തര കർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ധ്യാനം മറ്റേതൊരു ധ്യാനത്തെക്കാളും വളരെ വ്യത്യസ്തമാണ് എന്നുള്ളത് ധ്യാനം കൂടിയ മക്കളുടെ സാക്ഷ്യത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരെല്ലാവരും വീഡിയോയിൽ കൊടുത്ത നമ്പർ അനുസരിച്ച് അവരെന്നെ വിളിക്കാറുണ്ട്. അവർ വിളിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം അവർ പറയുന്നത് എല്ലാം നല്ലതാണ്, പക്ഷെ സാറേ 9 ദിവസത്തേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ ചെറുതാക്കാൻ പറ്റുമോ, ഓൺലൈൻ ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് അവർ വന്നു കഴിയുമ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് അവർ വളരെ സെറ്റിലാവുന്നു. പിന്നെ അവരുടെ രീതി ഒന്ന് മാറി. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ പറയുന്നുണ്ട് ഞങ്ങൾ വന്നത് വളരെ വിഷമിച്ച് വളരെ ഭാരങ്ങളുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്, എല്ലാം ഇവിടെ ഇറക്കി വെച്ചു, ഫ്രീ ആയിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ്, ഈ 9 ദിവസം പോരാ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഈ 9 ദിവസം എന്താ സംഭവിക്കുന്ന എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഒരു ദിവസം നമ്മൾ വരാൻ, ഒരു ദിവസം പോകാൻ. വരുന്ന ദിവസം 4 മണി 4:30 ആകുമ്പോൾ ഇവിടെ എത്തിയാൽ മതി. സോ ആ ദിവസം കൂട്ടണം എനിക്കറിയില്ല. പോകുന്ന ദിവസമായിരുന്നു ഒരു 1:30 ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുന്നുണ്ട്. സോ അത് കഴിഞ്ഞാൽ ബാക്കി 7 ഫുൾ ഡേയ്സേ ഉള്ളൂ. ഈ 6 മണി പ്രഭാതത്തിൽ 6 മണിക്കാണ് നമ്മൾ തുടങ്ങുക. അത് 6 മുതൽ 7 വരെ പ്രോപ്പർ മെഡിറ്റേഷനാണ്. അതിനുശേഷം വിശുദ്ധ ബലി, ദിവികാരുണ്യ ആരാധന, ജപമാല, വചനം അച്ഛൻ ഷെയർ ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ പറയാം, അച്ഛന് വചനം ബൈബിൾ നോക്കേണ്ട ആവശ്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ആത്മാവ് തോന്നിക്കുന്ന അച്ഛൻ നമ്മളോട് വചനം പറയുന്നു. അതും ഒരു ദിവസത്തിൽ 2 ക്ലാസ് 3 ക്ലാസ്സേ ഉള്ളൂ. ഈ ധ്യാനത്തിന്റെ വേറെ പ്രത്യേകത, ഒരു വ്യക്തിക്ക് ഒരു മുറിയാണ് നമ്മൾ കൊടുക്കുക. ഒരു മുറി തരുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആരും സംസാരിക്കരുത്. ഒറ്റ കാരണമേ ഉള്ളൂ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞത്, നീ ഈശോയായിട്ട് സംസാരിക്കുക, കർത്താവായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് വൈകിട്ട് ഏതാണ്ട് 1 മണിക്കൂർ സമയം നടക്കാൻ സമയം തരുന്നുണ്ട്. പിന്നെ നമ്മൾ കുളിച്ചു, അതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ജപമാല പ്രദക്ഷിണം, പിന്നെ നമ്മൾ ദിവ്യകാരുണ്യ ആരാധന 7:45 വരെ
8 മണിക്ക് നമ്മൾ ഡിന്നറാണ്. അത് കഴിഞ്ഞ് നമ്മൾ 8 മണിക്ക് ഡിന്നറോടി നമ്മുടെ ഈ പ്രോഗ്രാം കഴിയാണ്. 9 മുതൽ 9:30 വരെ ഈ ദിവസം മുഴുവൻ ഉണ്ടായിരുന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ നമ്മൾ അവരുമായിട്ട് ഒരു സത്സംഗം, ഒരു ചിറ്റ്ചാറ്റ്, നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്നു, ഇന്ററാക്ഷൻ. വളരെ മനോഹരമായിട്ട് ഇതിനെ ക്രമീകരിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിൽ ഇത് മുന്നോട്ട് പോവാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ട്. എൻ്റെ നമ്പറാണ്, നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നിങ്ങളുടെ കോൾ ഞാൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഡിയോ മെസ്സേജ് എനിക്ക് ഇട്ടാൽ മതി. ആ ധ്യാനത്തിന് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ നിങ്ങളെല്ലാവരും എത്തിച്ചേരുമെന്നാണ് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.